നമസ്കാരം. എല്ലാവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു നല്ല നാലുകെട്ട് തറവാടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അത് ചെങ്ങന്നൂരിനടുത്തുള്ള ഒരു വലിയൊരു നാലുകെട്ട് തറവാടാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ തറവാടിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് വളരെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തതിൽ നല്ല ഒരു നാലുകെട്ട് തറവാടാണ്. ഈ തറവാട് മുമ്പ് ഇതിനേക്കാളും ഒരു നല്ല തറവാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അതിനെ പൊളിച്ചിട്ടാണ് ഈ പുതിയ വീട് ഇപ്പം നമ്മൾ ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കേരളീയ തച്ചുശാസ്ത്ര വിധി പ്രകാരം അവിടെ നിന്നിരുന്ന വീടും അതുപോലെ തന്നെ ആയിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ ഒരു വീട് അവിടെ നമുക്ക് പണിയാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഈ പ്രോഗ്രാം നിരന്തരം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്യും അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു 2 ഏക്കർ കൂടുതൽ വരുന്ന വിസ്തൃതിയുള്ള ഒരു അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമ അന്തരീക്ഷം കൂടി അതിനകത്ത് കാണുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുകൂടി ഒരു നല്ല നദിയും ഒഴുകുന്നുണ്ട്. ഇത് ഞാൻ ആ തറവാട് ചെന്ന് വീട് കാണുമ്പോഴും ഇത് ഈ പ്രകൃതി ഭംഗിയും അതുപോലുള്ള ഈ മരങ്ങളും ഒന്നും തന്നെ നശിപ്പിക്കാതെ വീട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അത്യാവശ്യം വേണ്ടുന്ന മരങ്ങൾ മാത്രം മാറ്റി, അവിടെ തറവാടുണ്ടായിരുന്നുകൊണ്ട് വലിയൊരു മുറ്റവും ഉണ്ടായിരുന്നു. അധികം മരങ്ങളൊന്നും വെട്ടിക്കളയാതെ തന്നെ അത് ഭംഗിയായിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ ഞാൻ സൂചിപ്പിച്ചു. വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ് ഞാൻ വീട് പൂർണ്ണമായിട്ടും പണിതിരിക്കുന്നത്. അതിൻ്റെ കണക്കിലേക്കും വാസ്തുവിദ്യയുടെ ഉള്ളറകളിലേക്കും നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഒറ്റ നിലയിൽ തീർത്ത ഒരു നാലുകെട്ട് ഭവനമാണ്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റെയറും കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ടവർ റൂം പോലെ സ്റ്റെയർ കേസ് കയറി ആ ഒരു ടവർ റൂം ആ ഒരു പോർഷനും കൂടെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4816 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യം നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 117 കോൽ അളവിലാണ് ഈ വീടിനെ പര്യന്ത ചുറ്റ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പടിഞ്ഞാറ് വീടും കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു നല്ല കണക്കിലാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ദീർഘവിസ്താരം പറയുകയാണെങ്കിൽ 33 കോൽ 10 അങ്കുലം ദീർഘവും 25 കോൽ 10 അങ്കുലം ഉള്ള വിസ്താരവും. അത് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2406 സെൻറ്റിമീറ്ററും 1830 സെൻറ്റിമീറ്ററും എന്നുള്ള അളവ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്നുണ്ട് 71 കോലിലാണ് ഈ വീടിൻ്റെ കണക്ക് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കൂടാതെ ഇതിനകത്ത് ഉള്ള മറ്റ് വിശേഷം എന്തെന്ന് പറഞ്ഞാൽ എല്ലാ മുറികളും വാസ്തുശാസ്ത്ര വിധി പ്രകാരം കണക്കുകൾ കൃത്യമായി പാലിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആകെ 5 ബെഡ്റൂമും അതോടൊപ്പം ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു വരാന്ത, ഡ്രോയിങ് ഹാള്, ഡൈനിങ്, ഒരു കോർട്ട് യാർഡ്, അതിൻ്റെ അങ്കണം, പിന്നെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ, കിച്ചൺ, വർക്ക് ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് ഈ വീട് നമ്മൾ പണിതിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വീട് തറവാട് വീട് ഇരുന്നപ്പോൾ അവിടെ ഒരു അറയും നിലയും പഴയ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന നെല്ലറ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒന്നും തന്നെ ഇളക്കാതെ അതിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ വീട് പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് ഈ പോർഷൻ വന്നിരിക്കുന്നത്. അതിനെ പൂജാമുറിയായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. പൂജാമുറിയായിട്ട് മാറ്റി നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ വളരെ നീളത്തിനുള്ള ഒരു വരാന്ത കാണാം. ആ വരാന്ത കഴിഞ്ഞിട്ട് ഒരു ഡ്രോയിങ് ഹാൾ. അപ്പോൾ വരാന്തയുടെ ഒരളവെന്ന് പറഞ്ഞാൽ 174 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു വരാന്ത. ആ വരാന്ത ഇങ്ങനെ എൽ ഷേപ്പിന് കറങ്ങി അതിനോടനുബന്ധിച്ച് ഒരു കാർ പോർച്ചും കൂടെ ഉണ്ട്.
പിന്നെ നേരെ കാണുന്നത് ഒരു നല്ല മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോർ കഴിഞ്ഞാൽ കാണുന്നത് ഒരു ഡ്രോയിങ് ഹാളാണ്. ആ ഡ്രോയിങ് ഹാളിൻ്റെ അളവെന്ന് പറയുന്നത് 14 കോല് 8 അങ്കുലവും 7 കോൽ 14 അങ്കുലം വരുന്ന ഒരു ചുറ്റളവാണ്. അതിൻ്റെ സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 810 ഇൻറ്റു 546 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വലിയ വിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് ഹാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് 5 ബെഡ്റൂമാണുള്ളത്. ആ 5 ബെഡ്റൂം, ഒന്ന് ആദ്യത്തെ ബെഡ്റൂം 6 കോൽ 8 അങ്കുലവും 5 കോൽ 12 അങ്കുലം എന്നുള്ള കണക്കാണ്. 456 ഇൻറ്റു 396 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ അളവ്. അതിനോടനുബന്ധിച്ച് ഒരു ഡ്രസ് ഏരിയ, ഒരു ടോയ്ലറ്റ്. രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ 5 കോൽ 10 അങ്കുലം 6×10 ആ അളവാണ് രണ്ടാമത്തെ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഉള്ള ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്ന അളവ് 4 കോൽ 14 അങ്കുലം 6 കോൽ 6 അങ്കുലം. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നേരെ നമുക്ക് കാണുന്ന ഒരു നടുമുറ്റമാണ്. ആ നടുമുറ്റത്തിന് ചുറ്റും ഒരു അങ്കണമുണ്ട്. ഈ നടുമുറ്റം ധ്വജവന്യരെ കണക്ക് കൊടുക്കാൻ അതിനു വേണ്ടി 294 290 എന്ന് വെച്ചാൽ 4 കോൽ 2 അങ്കുലം 4 കോൽ 2 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവാണ് ഈ കോർട്ട്യാർഡിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഒരു അങ്കണവും, ഈ അങ്കണത്തിനോട് അനുബന്ധിച്ച് പിന്നെ ഒരു ബെഡ്റൂം നേരെ കാണാം അതിനോട് ചേർന്ന്. അങ്ങനെ 5 ബെഡ്റൂമാണ്. അത് 4 കോൽ 22 അങ്കുലവും 5 കോൽ 6 അങ്കുലം എന്നുള്ളൊരു കണക്കാണ്. അതിൽ ഡ്രസ്സും ടോയ്ലറ്റും ഉണ്ട്. പിന്നെ വരുന്നത് ഒരു കിച്ചൺ 6 കോൽ 18 അങ്കുലം 4 കോൽ 10 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് അതിൻ്റെ അടുക്കള കിച്ചൺ വന്നിരിക്കുന്നത്. ഒരു വർക്ക് ഏരിയ, സ്റ്റോർ. പിന്നെ മുകളിലേക്ക് ഡൈനിങ് ഹാളുണ്ട്. ആ ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സ്പൈറൽ, ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിൽ ഒരു സ്പൈറൽ സ്റ്റെയർ കൊടുത്ത് അത് മുകളിലേക്ക് ആ മുകളിലത്തെ ബാൽക്കണി പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് കയറി നമുക്ക് ഒരു കുതിരക്കാലിൻ്റെയൊക്കെ വർക്കൊക്കെ കൊടുത്ത് അതൊരു അത്യാവശ്യം ഒരു മുകളിൽ പോയിരുന്ന് പ്രകൃതി ഭംഗിയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും വേണ്ടി ഒരു സൗകര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഈ വീട്ടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കണക്കുകൾ. ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഇത് 2004 പണി തുടങ്ങി 2006 പൂർത്തിയാക്കിയ ഒരു നാലുകെട്ട് ഭവനമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഈ സ്ഥാപനം തുടങ്ങി ആ സമയം കൊണ്ട് വളരെയധികം നല്ല നാലുകെട്ട് വാസ്തുശാസ്ത്രപ്രകാരം നാലുകെട്ടും തറവാടുകളൊക്കെ പണിയത് പത്രങ്ങളിൽ വരികയും ടി വിയിൽ കൂടി വരികയും ചെയ്ത് അത് കണ്ടിട്ടാണ് ഈ ഉടമസ്ഥൻ എന്നെ ബന്ധപ്പെടുന്നത്. ഇദ്ദേഹം ചെങ്ങന്നൂർ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ടൗണിൽ തന്നെയുള്ള നവരത്ന ഹോട്ടലിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിന് 2 മക്കളും ഭാര്യയും. അത് വളരെ ഒരു പ്രത്യേക തരത്തിൽ വലിയൊരു തറവാട്, ആനയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ തറവാടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീട് പണിയാനായിട്ട് അവരെന്നെ വിളിക്കുകയും ഞാൻ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. അത്രയും നല്ലൊരു തറവാട്, വളരെ പ്രൗഢിയോടുകൂടി ഇരുന്ന ഒരു ഫാമിലി, അതിൽ ഞാനൊരു വീട് പണിത് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള ദോഷവും വരാതിരിക്കാനായിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ വീട് പണി ഏറ്റെടുത്ത് പൂർത്തിയാക്കി കൊടുത്തത്. ഇന്ന് ഇത്രയും വർഷമായി. 2004 മുതൽ 2026 ഈ കാലഘട്ടത്തിൽ അവരുടെ അഭിവൃദ്ധിയും അവരുടെ ഐശ്വര്യവുമാണ് ഞാൻ ഇത് ഓരോ വീട് കാണിക്കുമ്പോഴും ഞാൻ അടുത്തടുത്ത് പറയുന്നത്. ഒരു വെറുതെ വാസ്തുവിനെ ഒരു വിൽപ്പന ചരക്കാക്കാതെ അതിൻ്റെ ശരിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിദ്യ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമാണ്. അത് സത്യസന്ധമായിരിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനെ വിചാരിച്ച് നമ്മൾ ഓരോ നിർമ്മാണവും ഒരു സൃഷ്ടിയായി കണക്കാക്കി അതിൽ എൻ്റെ ഒരു പ്രത്യേക മേൽനോട്ടം, ഞാൻ അതിനകത്ത് ഒരു പഴയ വീടാണെങ്കിലും ഏത് പണിതാലും ആ പാരമ്പര്യ ശൈലി അതിനകത്ത് ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഞാൻ ഈ വീടുകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് സൂചിപ്പിക്കാം. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അറയും നിരയും ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പൂജാ റൂമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് അതിനെ പോളിഷ് ചെയ്തെടുത്തു. അതിനെ പൂജാമുറിയായിട്ട് അത് മാറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ ബെഡ്റൂം 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിലും കൃത്യമായിട്ട് അതിൻ്റെ വർക്കും തീർത്തു. പിന്നെ അതിൽ ഡ്രസ് ഏരിയ, ടോയ്ലറ്റൊക്കെ ഈ 2005 പണിത ഒരു വീട്ടിൻ്റെ അന്നത്തെ സ്റ്റൈലിലുള്ള ടൈൽസും
അതിൻ്റെ ഫിനിഷിങ്ങുമാണ് അതിനകത്ത് കൊടുക്കുന്നത്. ഓരോ റൂമിനും പ്രത്യേകിച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ വ്യത്യസ്തമായ രീതിയിൽ. അവർക്ക് 2 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളാണ്. അന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വീട് പണിയുന്നത്. ഇന്ന് അവരെല്ലാം പ്രത്യേകിച്ച് 2 പേരും ഫാമിലിയൊക്കെ ആയി. അവർ അതിൻ്റെ ഒരു ഞാൻ ഈ ഇടയ്ക്ക് അവിടെ പോയപ്പോൾ അവരെ ഒരുമിച്ച് കാണാനും അതിൻ്റെ സംസാരിക്കാനൊക്കെ പറ്റി. ഇപ്പോൾ അതിൻ്റെ ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ എടുത്ത ഫോട്ടോയും കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ കിച്ചൺ, അതിൻ്റെ കിച്ചൺ കംപ്ലീറ്റ് വാസ്തുവിദ്യയുടെ കണക്കനുസരിച്ച് ചെയ്തത് കൂടാതെ അത് കംപ്ലീറ്റ് തേക്കും തടിയിൽ ചെയ്ത ആധുനിക രീതിയിലുള്ള ഒരു കിച്ചണാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൽ കാണുന്ന മെയിൻ ഡോർ. ആ മെയിൻ ഡോറ് എൻ്റെ ഒരു പ്രത്യേക, ഞാൻ പഴയ കാലത്തുള്ള തറവാടുകളും വീടും കൊട്ടാരവും മനകളും ഒക്കെ സന്ദർശിച്ച് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുത്ത് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പുണ്ട്, അതിൻ്റെ മെഷീനറി എല്ലാം ഉണ്ട്. ഇതെല്ലാം കൈകൊണ്ട് കൊത്തിയതാണ്, ഒന്നും മെഷീൻ വർക്കുകളല്ല. ഇതിൻ്റെ മെയിൻ ഡോർ ആയിരുന്നാലും ശരി, അകത്തുള്ള ഡോർ ആയിരുന്നാലും ഇതിൽ കാണുന്ന മുഖപ്പുകൾ അല്ലെങ്കിൽ ഗേബിൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ കൊത്തുപണിയിൽ അല്ലെങ്കിൽ ആ പഴമയുടെ ആ ഒരു നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ആധുനിക യുഗത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം കൂടെയാണ്. അതിൽ കുതിരക്കാലുണ്ട്, തേക്കും തടിയുള്ള കുതിരക്കാല്. അതുപോലെ തന്നെ അതിൽ അറയും നിരയും നമ്മൾ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിനൊന്ന് ഈ പഴയ കാലത്തുള്ള നമ്മളെ നാലുകെട്ട് തറവാട് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗത ഗതിയിലുള്ള നല്ല വീടുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഞാനത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് ഈ വീട് പണിത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വീടിൻ്റെ മധ്യസൂത്രം കിഴക്ക് പടിഞ്ഞാറ് രേഖയും തെക്ക് വടക്ക് രേഖയും തമ്മിൽ ബൈസെക്റ്റ് ചെയ്യുന്നതാണ് കോർട്ട്യാർഡ് കൊടുത്തിരിക്കുന്നത്. ആ കോർട്ട്യാർഡ് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് അതിനെ ഇതിലാണ് നമ്മൾ പിന്നെ ഡിസൈൻ ചെയ്ത് ഡിസൈനോട് കൂടി അതിൻ്റെ പില്ലേഴ്സൊക്കെ റെഡിയാക്കി അങ്കണം. പിന്നെ ഫ്ലോറ് മൊത്തത്തിൽ അന്നത്തെ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പടിപ്പുരയും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ വീടിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു പടിപ്പുര അത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നീളത്തിലുള്ള വരാന്ത, ആ വരാന്തയിൽ തന്നെ ഒരേ രീതിയിലുള്ള തൂണുകൾ, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരു 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 ആക്രസിക്കുന്ന ഒരു കുഴപ്പം വരാതെ കറക്റ്റായിട്ടുള്ള പില്ലേഴ്സ് കൊടുത്തു, കാർ പോർച്ച്, ഇതെല്ലാം ഒന്നിനൊന്ന് ഈ വീട്ടിനോട് മഹിമ അല്ലെങ്കിൽ അത് കുറെ കൂടി നമുക്ക് നല്ല ഒരു അനുഭവം തരുന്ന രീതിയിൽ എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ലാൻഡ്സ്കേപ്പിംഗ് നല്ല മനോഹരമായിട്ട് പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ച് അന്ന് ഈ 2005 ഞാൻ അത് പൂർത്തിയാക്കുന്ന സമയത്ത് ഈ ലാട്രേറ്റ് അല്ലെങ്കിൽ ചെങ്കല്ല് അതുകൊണ്ട് ഉള്ള ഒരു വാർപ്പ് അല്ലെങ്കിൽ ആ ഒരു വാർപ്പിൻ്റെ ഷേപ്പിൽ അത് റെഡിയാക്കുകയും അതിൽ താമരയും വെള്ളവും അത് കാണാം, ആ ഫോട്ടോയിൽ അത് കാണാം. ഇതൊക്കെ ഞാൻ അന്ന് തുടങ്ങി വെച്ച ചില പ്രക്രിയകൾ ഇന്നും എനിക്കത് വളരെ സന്തോഷം തരുന്നത് കാണുമ്പോൾ. അവരുടെ ഓരോരുത്തരുടെയും സംതൃപ്തിയും ഐശ്വര്യവും അത് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് വീടിന് അതുപോലെ തന്നെ വാസ്തുവിദ്യയ്ക്കും പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നത്. ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നല്ല വീട് അവിടെ പണിത് കഴിഞ്ഞെന്നുള്ള ഒരു സന്തോഷം, അതോടൊപ്പം ഇതിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മളിത് ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയുന്നത്. ഈ 2018 ഒരു ഭയങ്കര പ്രളയം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ വെള്ളം കയറി ഒരു നില മുതൽ രണ്ടാമത്തെ നില വരെ വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷേ ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ വീട്ടിലും ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ മുങ്ങിയെങ്കിലും ഈ വീട്ടിൻ്റെ ആ പുല്ലിട്ടിരിക്കുന്ന പോർഷൻ വരെ മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ. വീട്ടിലൊന്നും ഒരു ദോഷവും വരാത്ത രീതിയിൽ അവിടെ വെള്ളം കയറിയതുമില്ല. തൊട്ടപ്പുറത്ത് വലിയൊരു നദിയാണ്. അതിൻ്റെ ആ വെള്ളം ഇങ്ങോട്ട് കയറിയെങ്കിലും ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള കേടുപാടുകളോ ആ പുല്ലിൽ വന്ന് വെള്ളം ഇങ്ങനെ ടച്ച് ചെയ്ത് പോയതല്ലാതെ ഈ വീട്ടിൻ്റെ ഭാഗത്തോ ഒന്നും ഒരു ദോഷവും എന്നെ ഉണ്ടായില്ല. അന്ന് ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ് അവർ അവിടെ വെച്ച് തന്നെ എന്നെ വിളിച്ച് നന്ദിയും പറഞ്ഞു. സാറ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിനകത്ത് കഴിയുന്നു, ഞങ്ങളെ ചുറ്റുപാടുമുള്ള എല്ലാ വീടും വെള്ളത്തിനടിയിലായി എന്ന് അവർ പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ഏതായാലും
ഞാൻ ഇതുപോലുള്ള ധാരാളം വീടുകൾ, ഇതൊന്നും ആയിട്ടില്ല, ഞാൻ ചെയ്ത വീടുകളുടെ ഒരു ചെറിയ അംശമേ ആയിട്ടുള്ളൂ. ഇതുപോലുള്ള എല്ലാ വീടുകളും ഒന്നായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ കൂടുതൽ ആളുകളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.